ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ നിവിൻ പോളി, ഷറഫുദ്ദീൻ, ബാലചന്ദ്ര മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന് ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പ്രതിച്ഛായ. ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇന്നലെ വൈകുന്നേരം നടക്കുകയുണ്ടായി. ലാലേട്ടനാണ് ട്രെയിലർ ലോഞ്ചിലൊക്കെ മെയിൻ അതിഥിയായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. എന്നാണ് റിലീസ് ഡേറ്റ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സൊക്കെ ഇതിന് മുമ്പ് റിലീസായിട്ടുണ്ടായിരുന്നു. ഒരു പൊളിറ്റിക്കൽ സെക്ടർ പരിപാടിയൊക്കെ ആണെന്നാണ് അതിൻ്റെ ആ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ട്രെയിലർ കാണുമ്പോൾ ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അത് റിയാക്ട് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ലൈക്കും അത് തൊട്ട് താഴെ കിടക്കുന്ന ഹൈ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അതിലൂടെ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തും. വെൽക്കം ടു സിനി പീഡിക. എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ്റെ കുറച്ച് നാളുകൾക്ക് ശേഷമുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ഈ അപ്രതീക്ഷിതമായ സമയങ്ങളിലൊക്കെ ഹിറ്റ് കൊടുക്കാറുണ്ട്. സോ ഇതിൻ്റെ തമ്മിലും പരിപാടികളൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടിയൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. എന്താണ് സംഭവം, ഈ പ്രതിച്ഛായ സിനിമയുടെ ഒരു പ്രതിച്ഛായ മാറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. സോ ലെറ്റ്സ് റിയാക്ട്. യൂസ് ഹെഡ്ഫോൺ ഫോർ ബെസ്റ്റ്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് എൻ്റെ വിജയകഥ കേൾക്കാനാണ്. പൊളിറ്റിക്കൽ ബട്ട് ആം ഐ സക്സസ്ഫുൾ? വിജയം ചിലപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ടാഗോ പേ പാക്കേജ് ഒക്കെ ആയി ഡിഫൈൻ ചെയ്യപ്പെടും. പക്ഷെ അത് അങ്ങനെയാണോ? ഗാന്ധിജിയും നെഹ്റുവും EMS AKG വിജയിച്ചവരാണോ അതോ പരാജയപ്പെട്ടവരോ? മന്ത്രിസഭാ ഫോർമേഷനിൽ പല ഇക്വേഷൻസും ഉണ്ട്. ഷറഫുദ്ദീൻ, ജാതി, മതം, നിർണായക ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതിൻ്റെയും മുകളിലാണ് ഞങ്ങളെല്ലാം കസേരയും വലിച്ചിട്ടിരിക്കുന്നത്. മാർക്കറ്റിന് ഡിമാൻഡ് അനുസരിച്ച് ബാലചന്ദ്ര മേനോൻ ഞങ്ങൾ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും നിങ്ങളാണ്. വർഗീസേ, 2 സീറ്റ് ഭൂരിപക്ഷത്തിന്റെ നിങ്ങളപ്പിന് ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ. നീ ഒരു കറക്റ്റീവ് ഫോഴ്സാ. പിന്നെ കറപ്ഷനായിട്ട് ബന്ധമില്ലാത്തൊരാളാണല്ലോ. ഞാൻ ഇന്ന് വീഴുമെന്നാ പരക്കെ പറച്ചില്ല. മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. ലോകം നമുക്ക് പുറത്തല്ലണം. എന്നെ കോടതിയിൽ ഹാജരാക്കണം. എനിക്ക് 164 പുള്ളിയുണ്ടല്ലേ? ഗവൺമെന്റ് ഓഫ് കേരള. The game is level now. സാറിന് അവനെ പറ്റിയല്ല അറിയാം, എന്നെ പറ്റിയോ? പോലീസ് ഉടനെ റിയാക്ട് ചെയ്യരുത്. ചാനലും സോഷ്യൽ മീഡിയയും കത്തണം. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ. വ്യക്തികളെല്ലാം കുറച്ച് സാർ കേൾക്കും. ഞാൻ പറയും സാറ് കേൾക്കും. Written and directed by B. Unnikrishan B. ഒരു മിനിറ്റ്. മ്യൂസിക് ജസ്റ്റിൻ വർഗീസ്, എഡിറ്റർ മനോജ്, DOP ചന്ദ്രു സെൽവരാജ്. നൈസ്. ഇമേജസ് ഡെസ്റ്റിനി. ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ സട്ടയർ പരിപാടിയൊക്കെ തന്നെയാണ്. അപ്പോൾ കറൻ്റ്ലി നടക്കുന്ന പൊളിറ്റിക്സൊക്കെ ആയിട്ടുള്ള കുറേ റെഫറൻസുകൾ ഈ സിനിമയിൽ കാണാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബി ഉണ്ണികൃഷ്ണൻ ഒരു ഇടതുപക്ഷം അനുഭാവിയാണ്. സോ അത്തരത്തിൽ ആ ചായ്വിലേക്ക് ഈ സിനിമ മാറുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഇതിൻ്റെ അകത്തിപ്പം മിക്സ് ആയിട്ടുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അത് മെയിൻ ഒരു ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ഓൾറെഡി കാണിച്ചിരുന്നു. നമ്മുടെ പൊളിറ്റിക്സ് ഒരു സൈഡിലാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ മീഡിയനെ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ മീഡിയയ്ക്കും ഈ സിനിമയിൽ നല്ലൊരു റോളുണ്ട്. ഒരു പൊളിറ്റിക്സിനും ഈ സിനിമയിൽ മെയിൻ റോളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഫോഴ്സ്, ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു മൾട്ടിനാഷണൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സംഭവം, അതിൻ്റെയൊക്കെ ഒരു മെയിൻ ആളായിട്ടാണ് എനിക്ക് തോന്നുന്നു ഷറഫുദ്ദീൻ്റെ ഒരു ക്യാരക്ടർ വരുന്നതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഒരു പൊളിറ്റിക്സ് പരമായിട്ടുള്ള
ഫീൽഡ് തന്നെയാണെന്ന് തോന്നുന്നു. ബാലചന്ദ്ര മേനോൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ടായിരിക്കും ബി നമ്മുടെ സായ് കുമാറും വരുന്നത്. പിന്നെ അവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പെട്ടെന്ന് റൈസിങ് സ്റ്റാറായിട്ട് വരുന്ന ഒരു നിവിൻ പോളി എന്ന് പറയുന്നൊരു ക്യാരക്ടറും ആയിരിക്കാം. എന്തായാലും ലെറ്റ്സ് സീ. പടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഇതിൻ്റെ അകത്ത് ഇതുവരെയും കൊടുത്തില്ല. ഞാൻ മിസ്സായതാണോ അതോ കാണാൻ ഞാൻ കണ്ടില്ലേ? റിലീസ് ഡേറ്റ് ട്രെയിലറിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നാണ് റിലീസ് ഡേറ്റ് എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തെങ്കിലും അപ്ഡേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിലും ആ കാര്യവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.